പാലക്കാടൻ റിയൽ എസ്റ്റേറ്റ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഉണ്ണിലാൽ. വീഡിയോ മുഴുവനായി കാണണം, സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക കേട്ടോ. ഏറ്റവും ലാഭകരമായി ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുകയാണ്. ഈ സ്ഥലം അടിപ്പരൻ്റെയാണ്. പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി, നെന്മാറ, ഒലിപ്പാറ, അടിപ്പരണ്ട ഭാഗം. വലിയ സ്കൂളാണ് നമ്മളവിടെ ആദ്യം കണ്ടത് കേട്ടോ. സ്കൂളാണ് 10ാം ക്ലാസ് വരെയൊക്കെയുള്ള വലിയ സ്കൂൾ തന്നെയാണ്. എല്ലാവിധ സൗകര്യങ്ങളും ഈ അടിപ്പരണ്ട ഭാഗത്ത്, അതായത് അമ്പലമാണ് നമ്മളിവിടെ കാണുന്നത്. ഇനി അടുത്തത് കാണുന്നത് അടിപ്പരണ്ട മെയിൻ ടൗണാണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു ടൗൺ തന്നെയാണ്. എല്ലാവിധ സൗകര്യങ്ങളും പെട്ടെന്ന് തന്നെ നമുക്ക് ടൗണുകളിലേക്ക്, വേറെ ടൗൺ അതായത് നെന്മാറ ടൗണിലേക്കൊന്നും പോകേണ്ട കാര്യങ്ങളേ ഇല്ല. ഇവിടെ തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ സാധനങ്ങളും കിട്ടാനും നമുക്ക് ഈ ടൗൺ കാണുമ്പോൾ തന്നെ അറിയാം. ബാങ്ക്, മുസ്ലിം പള്ളി, ക്രിസ്ത്യൻ പള്ളി, അമ്പലം, എല്ലാ ചർച്ചുകളും ഈ ടൗണിനോട് ചേർന്ന് തന്നെ നിൽക്കുന്നു. ആ കാണുന്നത് നമ്മുടെ ക്രിസ്ത്യൻ പള്ളി, തൊട്ടിപ്പുറത്ത് മുസ്ലിം പള്ളി, വലിയ പള്ളിയാണ് കേട്ടോ. ഈ കാണുന്നത് 3 ഭാഗത്തേക്ക് പോകുന്ന മെയിൻ ബസ് റൂട്ട് സെൻറ്റർ അടിപ്പരണ്ട ഭാഗം. അപ്പോൾ ഈ ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു വീട് വിൽപ്പനയ്ക്ക് വന്നിരിക്കുകയാണ്. ഇനി നേരെ നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോവാം. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒത്തിരി വീടുകളുള്ള ഒരു മനോഹരമായ ഒരു ഏരിയയിൽ ബസ് റൂട്ടാണ് നമ്മൾ നേരത്തെ കണ്ടത്. ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഒരു 60-70 മീറ്റർ ദൂരം മാത്രം നമ്മൾ ഈ കാണുന്ന ഭവനത്തിലേക്ക്. ഞാൻ ഒരിക്കൽ കൂടി പറയാണ്, സ്കിപ്പ് ചെയ്യാതെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണണം. നമ്മൾ ഈ പോകുന്ന റോഡ് പഞ്ചായത്ത് റോഡ്, ലെഫ്റ്റ് സൈഡ് ഭാഗം മൊത്തം റബ്ബർ തോട്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ മുഴുവൻ ഇങ്ങനെ കാണിക്കാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലെഫ്റ്റ് സൈഡ് നമുക്കൊരു കുറച്ച് കാട് പോലെ ഇരിക്കുന്നുണ്ട്, അത് റബ്ബർ തോട്ടമാണ്. അപ്പോൾ ഒരുപാട് പേര് സ്ക്രീനിൽ കണ്ടതും നമ്പർ കണ്ടതും അപ്പം തന്നെ വിളിക്കും, ഇതേത് കാട്ടിലാണോ വന്നിരിക്കുന്നത് അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീടിൻ്റെ ഏറ്റവും പുറകിലേക്ക് പോവുകയാണ്. ഇതാണ് വീടിൻ്റെ തൊട്ട് പുറകുവശത്ത് ഉള്ള വീടാണ് നമ്മൾ ഈ കാണുന്നത്. അത് കഴിഞ്ഞ് ഈ വഴിയിലൂടെ നേരെ പോവുകയാണെങ്കിൽ അവിടെ ആ ഭാഗത്തൊക്കെ വീടുകളുണ്ട്. അപ്പോൾ ഒത്തിരി വീടുകളുള്ള ഒരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. ബസ് റൂട്ടിൽ നിന്നും ഒരു 10-60 മീറ്റർ ദൂരം മാത്രം. അടിപ്പരണ്ട ടൗണിൽ നിന്നും ഏകദേശം ഒരു 250-300 മീറ്റർ ദൂരം മാത്രം. വെറും 300 മീറ്റർ ദൂരത്തിലാണ് ഈ കാണുന്ന 7 സെൻറ്റ് സ്ഥലവും 1200 സ്ക്വയർ ഫീറ്റ് വീടാണ് കാണുന്നത്. ആ വീടിൻ്റെ സൈഡിൽ കൂടെ തന്നെയുള്ള ഒരു 10 അടി വീതി വഴി ഈ പോകുന്നത്. ഇതിനകത്ത് ഒരു 8.5 സെൻറ്റ് സ്ഥലമുണ്ട്. ഈ വഴി ഉൾപ്പെടെ 8.5 സെൻറ്റ് സ്ഥലമാണ് നമ്മൾ ഈ കാണുന്നത്. ഈ 7 സെൻറ്റ് സ്ഥലവും ഈ 8.5 സെൻറ്റ് സ്ഥലവും ഒരു വ്യക്തിയുടേതാണ്. ഈ വീടിൻ്റെ ഉടമസ്ഥൻ്റെ തന്നെയാണ് കേട്ടോ. സെപ്പറേറ്റ് ആയിട്ട് ഈ 8.5 സെൻറ്റ് സ്ഥലം വേണമെങ്കിൽ മാത്രം അങ്ങനെയും കൊടുക്കും. അതല്ലാതെ വീടും 7 സെൻറ്റ് സ്ഥലവും വേണമെങ്കിലും അങ്ങനെയും കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സ്ഥലം രണ്ടും കൂടി എടുക്കുന്നവർക്ക് ഏറ്റവും അനുയോജ്യമാണ്. തെങ്ങ്, മാവ്, കവുങ്ങ് എന്നിങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ വെക്കാൻ പറ്റും. ഒരു കുടുംബത്തിലേക്ക് വേണ്ട എല്ലാവിധ പച്ചക്കറികളും നമുക്കിവിടെ നടാം കേട്ടോ. അതല്ല, ഒരു കുടുംബത്തിൽ 2 ആൺകുട്ടികളാണെങ്കിൽ അവർക്ക് ഒരു ആൾക്കും കൂടി വീട് വെക്കണം എന്നുണ്ടെങ്കിലും ആ 8 സെൻറ്റ് സ്ഥലത്ത് ഒരു വീട് വെക്കാം. ഇവിടെയൊക്കെ സ്ഥലത്തിന് 1.5 ലക്ഷം രൂപ മാർക്കറ്റ് വിലയുള്ള ഏരിയയാണ്. അതായത് 2 ലക്ഷം രൂപ പറഞ്ഞാലും 1.5 ലക്ഷം രൂപയ്ക്കൊക്കെ ഈ ഭാഗത്ത് വിറ്റ് പോയിട്ടുണ്ട് സ്ഥലങ്ങൾ. അങ്ങനെയുള്ളൊരു മാർക്കറ്റുള്ള ഒരു ഏരിയയിൽ അർജൻറ്റ് വിൽപ്പന. ഈ കാണുന്ന 1200 സ്ക്വയർ ഫീറ്റ് വീട്, 7 സെൻറ്റ് സ്ഥലം. ആദ്യം തന്നെ വില ഞാൻ പറയുന്നു, വെറും 26 ലക്ഷം രൂപയ്ക്ക് ഇത്രയും മനോഹരമായൊരു വീട്. ലാസ്റ്റ് വിലയാണ് 26 ലക്ഷം രൂപ കേട്ടോ, ഫൈനൽ വില. അതിൽ കുറഞ്ഞ് ആരും ചോദിക്കരുത്. 26 ലക്ഷം രൂപ ഫൈനൽ വില, അർജൻറ്റ് വിൽപ്പന. ഏറ്റവും കുറഞ്ഞ വിലയിലാണ് 7 സെൻറ്റ് സ്ഥലവും ഈ 1200 സ്ക്വയർ ഫീറ്റും. അപ്പോൾ ചുറ്റുഭാഗം മതിൽ കെട്ടിയിട്ടുണ്ട്. വീടിൻ്റെ പുറകുവശത്ത് ഒരു 8-10 കവുങ്ങ് പുതിയതായിട്ട് വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. ഈ കാണുന്നത് മൊത്തം കവുങ്ങാണ് കേട്ടോ, അടയ്ക്ക മരമാണ് ഈ കാണുന്നത്. ഈ ഭാഗത്തേക്ക് കുറച്ച് ഷീറ്റ് ഇട്ടിട്ടുണ്ട് അവരുടെ കാറ് നിർത്തുവാനായിട്ട്. കാർ ഷെഡ്, വലിയൊരു ഷെഡ് തന്നെയാണ് കാർ ഷെഡ്. അപ്പോൾ 4-5 വണ്ടികൾ കയറ്റി നിർത്താൻ പറ്റാവുന്ന ഒരു മുറ്റം ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്. വലിയ മുറ്റം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഒരു മനോഹരമായ ഒരു നല്ലൊരു സിറ്റ് ഔട്ട്. ജനൽ വാതിലെല്ലാം മരത്തിൻ്റേത് കൊണ്ട് മാത്രമാണ് ഈ വീടിൻ്റെ ഉടമസ്ഥൻ പണിതിരിക്കുന്നത്. ഇത് കെട്ടിവെക്കുന്നവരിൻ്റെ വീടല്ല, ഇവർ സ്വന്തമായി പണിയെടുത്ത് കെട്ടിയ വീട് തന്നെയാണ് കേട്ടോ. നല്ല മനോഹരമായ ഒരു വീടാണ് കാണുന്നത്. അപ്പോൾ ചുറ്റുഭാഗം വീടുകളുള്ള ഏരിയയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ വീടിൻ്റെ തൊട്ടപ്പുറത്ത് ബസ് റൂട്ടാണ്. നമ്മൾ ആ കണ്ട വീടിൻ്റെ തൊട്ടപ്പുറത്ത് ബസ് റൂട്ടാണ് കേട്ടോ. അതായത് അടിപ്പരണ്ട ബസ് റൂട്ട്. അടിപ്പരണ്ട ടൗണിൽ നിന്നും ജസ്റ്റ് നടക്കേണ്ട വാക്കിംഗ് ഡിസ്റ്റൻസിൽ ഒരു വീട്. ഒരു മനോഹരമായ വലിയൊരു ഹാള് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. സിറ്റ് ഔട്ടിൽ നിന്നും നേരെ ഹാളിലേക്ക്
വലിയൊരു ഹാള് തന്നെയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഹാളിൻ്റെ ഏറ്റവും അറ്റത്തായിട്ട് 3 പാളി ജനലുണ്ട്. അതിനോട് ചേർന്ന് തന്നെയായിട്ട് മുകളിലത്തെ പോകാനായിട്ട് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു. സ്റ്റെയറിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇൻവേർട്ടർ സെറ്റ് ചെയ്യാനും ഈ ഭാഗത്തായിട്ട് വലിയൊരു കോമൺ ബാത്റൂമും നൽകിയിരിക്കുന്നു. 2 ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ. ഈ ഭവനത്തിൽ 2 ബെഡ്റൂം, വലിയൊരു ഹാള്, ഒരു ഡൈനിങ് ഹാള്. ഞാൻ പറഞ്ഞു ഇതൊരു അർജൻറ്റ് വിൽപ്പനയാണ്. അതുകൊണ്ട് മാത്രമാണ് 7 സെൻറ്റ് സ്ഥലവും 1200 സ്ക്വയർ ഫീറ്റ് വീടിനും ചോദിക്കുന്ന വില 26 ലക്ഷം എന്നുള്ളത്. അതുകൂടാതെ തൊട്ടപ്പുറത്തൊരു 8.5 സെൻറ്റ് സ്ഥലമുണ്ട്. അതും വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ കൂടെ ആഡ് ചെയ്ത് മേടിക്കാം. സെൻറ്റിന് ഞാൻ പറഞ്ഞു 1.5 ലക്ഷം രൂപയ്ക്ക് തൊട്ടപ്പുറത്തൊക്കെ വിറ്റ് പോയിട്ടുണ്ടെന്ന്. നമുക്കൊരു മാക്സിമം അതിന് ഓണറുമായി സംസാരിച്ചപ്പോൾ പെട്ടെന്ന് വിൽക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓണറിനോട് സംസാരിച്ചു. നമുക്ക് 1 ഉറുപ്പ്യക്ക് എത്ര രൂപയ്ക്ക് കൊടുക്കാം എന്ന് ചോദിച്ചപ്പോൾ ഓണർ പറഞ്ഞു 1 ഉറുപ്പ്യ കിട്ടുകയാണെങ്കിൽ ആ 8 സെൻറ്റ് സ്ഥലം 8.5 സെൻറ്റ് സ്ഥലമുണ്ട്, അത് 1 ലക്ഷം വെച്ചിട്ടാണെങ്കിൽ നമുക്ക് കൊടുക്കാം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വീഡിയോ കാണുന്നവരോട് പറയുകയാണ്, 1 രൂപ ഓണർ പറഞ്ഞെങ്കിലും അതും നമുക്ക് നെഗോഷ്യബിൾ ചെയ്യാം കേട്ടോ. ആ 1 ലക്ഷം എന്ന് പറഞ്ഞത് ചെറിയ രീതിയിൽ വില നെഗോഷ്യബിൾ ചെയ്ത് ഓണറുമായി സംസാരിച്ച് വാങ്ങിച്ചു തരാം. 2 ബെഡ്റൂം വരുന്നു. അതിൽ ഒരെണ്ണം അറ്റാച്ച്ഡ് ആണ്, ഒരെണ്ണം കോമൺ ആയിട്ടും കൊടുത്തിരിക്കുന്നു. എല്ലാ ബെഡ്റൂമിലും അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 ബെഡ്റൂം കഴിഞ്ഞു. നേരെ ഡൈനിങ് ഹാളിലേക്ക്, അടുക്കളയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് നമുക്കിവിടെ തന്നെ കൊടുത്തിരിക്കുന്നു. ആ ഡോറിൻ്റെ സൈഡിൽ നല്ലൊരു വർക്ക് ഏരിയ പണിയാനായിട്ട് നമ്മൾ ഒരറ്റം വരെ കെട്ടി നിർത്തിയിരിക്കുന്നു. ഒരു തറ കെട്ടിയിട്ടുണ്ട് ഒരു വർക്ക് ഏരിയയ്ക്കായിട്ട് കേട്ടോ. ഇതാണ് അടുക്കള വരുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ സഹകരണ സപ്പോർട്ടും എന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി ഈ വീട് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി കോൺടാക്റ്റ് ചെയ്യുക. വീടിന് 90% ലോണോട് കൂടി തന്നെ ഈ പ്രോപ്പർട്ടി സ്വന്തമാക്കാം. ഇനി വീട് വാങ്ങിക്കാനും സ്ഥലം വാങ്ങിക്കാനും ലോൺ സൗകര്യം ലഭ്യമാണ്. ലോണിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ അറിയാനും ഇതിൽ കൊടുത്ത നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വീടുകൾ കാണുവാനായിട്ട് ചാനൽ മറക്കാതെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് തന്നെ വരും. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.